പൈലറ്റ് അടിച്ചത് മരിജുവാന, ഫിറ്റായി കോക്പിറ്റിൽ കുത്തിയിരുന്നു, ഒഴിവായത് വൻ ദുരന്തം. വരുന്ന വാർത്തകൾ അനുസരിച്ച് എയർ ഇന്ത്യയുടെ പൈലറ്റുമാർ കോക്പിറ്റിൽ ഇരിക്കുന്നത് ഏതാണ്ട് ഇതുപോലെയാണ് എന്ന് അനുമാനിക്കണം. ഇക്കഴിഞ്ഞ 2026 ഓഗസ്റ്റ് 4 ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് സർവീസ് നടത്തിയ എയർ ഇന്ത്യയുടെ AI2379 ബസ് യാത്രക്കിടയിൽ ആകാശച്ചുഴിയിൽപ്പെടുകയും പെട്ടെന്ന് 300 അടിയോളം താഴേക്ക് പതിക്കുകയും ചെയ്തത് ആകാശച്ചുഴിയിൽപ്പെട്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നപ്പോൾ അത് ആകാശച്ചുഴിയിൽപ്പെട്ടതല്ല, പൈലറ്റ് മയക്കുമരുന്നടിച്ചതാണ്, 145 യാത്രക്കാർ രക്ഷപ്പെട്ടത്, തലനാരിഴയ്ക്ക് എന്ന തലക്കെട്ടോടെ i2v ന്യൂസ് ഓഗസ്റ്റ് 8 ഒരു വാർത്ത നൽകിയിരുന്നു. അത് ശരിവെച്ച് ഇന്നിതാ ദേശീയ മാധ്യമങ്ങളിലടക്കം കൂടുതൽ ഇതിന്റെ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട്. ഈ അപകടം നടന്ന ശേഷം വിമാനം ഡൽഹിയിൽ ലാൻഡ് ചെയ്ത ശേഷം സിവിൽ ഏവിയേഷൻ ചട്ടപ്രകാരം നടത്തിയ പരിശോധനയിൽ പൈലറ്റ് ഇൻ കമാൻഡ് നിരോധിത ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. സാമ്പിളിൽ മരിജുവാന ഉപയോഗിച്ചിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സംഭവം വലിയ വിവാദമാകുകയും നാണക്കേടും ആയതിനെ തുടർന്ന് നിലവിൽ 2 പൈലറ്റുമാരെയും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഈ അപകടത്തിൽ 4 ക്യാബിൻ ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ 17-ലധികം പേർക്ക് പരിക്കേറ്റിരുന്നു. ഈ സംഭവം എയർ ഇന്ത്യയെ എയറിൽ തന്നെ നിർത്തിയ സാഹചര്യത്തിൽ പൈലറ്റ് മരിജുവാന അടിച്ച സംഭവത്തെ മറ്റൊരു തരത്തിൽ അവതരിപ്പിച്ച് നാണക്കേട് മറയ്ക്കുവാനുള്ള ശ്രമത്തിലാണ് എയർ ഇന്ത്യ അധികൃതർ. പൈലറ്റിന് ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിനായി അദ്ദേഹം മരുന്ന് കഴിച്ചിരുന്നുവെന്നും വിമാന കമ്പനിയുടെ ആഭ്യന്തര സുരക്ഷാ റിപ്പോർട്ടിൽ പറയുന്നു. പൈലറ്റ് മരിജുവാന ഉപയോഗിച്ചിരുന്നെന്ന് ലഹരി പരിശോധനയിൽ വ്യക്തമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഉറക്കമില്ലായ്മയ്ക്ക് മരുന്ന് കഴിച്ചതെന്ന വെളിപ്പെടുത്തൽ പൈലറ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ മൂലം തനിക്ക് ഉറക്കമില്ലായ്മയുണ്ടെന്നും കുടുംബ ഡോക്ടർ അതിന് മരുന്ന് നൽകിയിരുന്നുവെന്നും പൈലറ്റ് പറഞ്ഞിരുന്നതായി ആഭ്യന്തര സുരക്ഷാ റിപ്പോർട്ടിൽ പറയുന്നു. ഡ്യൂട്ടിക്കിടയിലുള്ള വിശ്രമ സമയത്ത് ഉറങ്ങുവാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ലെന്നും അതിനുവേണ്ടി നടത്തം അടക്കമുള്ളവ പരീക്ഷിച്ചെന്നും പൈലറ്റ് പറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു. സ്ലീപ്പ് ആപ്നിയ പ്രശ്നമുള്ളവരെയും കിടന്നാൽ ഉറക്കമില്ലാത്തവരെയും മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരെയും കിളിപോയവരെയും ഒക്കെയാണോ പൈലറ്റ് ഇൻ കമാൻഡായി എയർ ഇന്ത്യ വെക്കുന്നത് എന്ന് നാം ചോദിക്കേണ്ടിയിരിക്കുന്നു. വിമാന കമ്പനി നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ വിമാനം അപകടത്തിൽപ്പെട്ടപ്പോൾ പൈലറ്റ് സീറ്റിലില്ലായിരുന്നുവെന്നും കോക്പിറ്റിൽ നിലത്തിരിക്കുകയായിരുന്നുവെന്നും കോ പൈലറ്റാണ് വിമാനം നിയന്ത്രിച്ചിരുന്നതെന്നും കണ്ടെത്തിയിരുന്നു. അപകടശേഷം പൈലറ്റിന്റെ പെരുമാറ്റത്തെപ്പറ്റി യാത്രക്കാരും പരാതിപ്പെട്ടിരുന്നു. ഡൽഹിയിൽ നിന്ന് ഫുക്കറ്റിലേക്കുള്ള യാത്രക്കിടെ പൈലറ്റ് ഒരു ജീവനക്കാരനോട് കയർത്ത് സംസാരിച്ചുവെന്നും ആ പ്രശ്നം പരിഹരിക്കുവാൻ എല്ലാ ജീവനക്കാരെയും ഫുക്കറ്റിൽ വെച്ച് പാർട്ടിക്ക് കൊണ്ടുപോയെന്നും വിവരമുണ്ട്. അവിടെ വെച്ചും ഈ പൈലറ്റ് ലഹരി ഉപയോഗിച്ചതായി ജീവനക്കാർ വിമാന കമ്പനിയെ അറിയിച്ചിട്ടുണ്ട്. കള്ളും കഞ്ചാവും അടിച്ചാണ് എയർ ഇന്ത്യ പൈലറ്റുമാർ വിമാനം പറത്തുന്നത് എന്ന വിവരം പാട്ടായാൽ കച്ചവടത്തെ ബാധിക്കുമെന്നത് കൊണ്ടാവാം പൈലറ്റ് ഉറക്കക്കുറവിനുള്ള മരുന്ന് കഴിച്ചതാണ്, ഹൈഡ്രോളിക് സംവിധാനങ്ങൾ മുഴുവൻ തകരാറിലായതാണ് എന്നൊക്കെ പറഞ്ഞ് അപകടം ലഘൂകരിക്കുവാൻ എയർ ഇന്ത്യ ഇപ്പോൾ നോക്കുന്നത്. വിമാനത്തിന്റെ ഹൈഡ്രോളിക് ഫ്ലൈറ്റ് കൺട്രോൾ സംവിധാനങ്ങളിൽ ഒരേ സമയമുണ്ടായ ഗുരുതരമായ സാങ്കേതിക തകരാറുകളാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന റിപ്പോർട്ടുകളും പിന്നീട് പുറത്തുവന്നു. ഈ സംഭവത്തെക്കുറിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. ഇതിനായി ഫ്രഞ്ച് വിമാന നിർമ്മാണ കമ്പനിയായ എയർബസിന്റെ വിദഗ്ധ സംഘവും സഹായം നൽകുന്നുണ്ട്. ഈ മാസം 4 തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്ന് 145 യാത്രക്കാരുമായി ഡൽഹിയിലേക്ക് പറന്ന എയർബസ് A320 വിമാനം ഒഡീഷയ്ക്ക് മുകളിൽ വെച്ച് 300 അടിയിലേക്ക് താഴുകയായിരുന്നു. 4 ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ 17 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിരുന്നു. എയർ ഇന്ത്യ മാനക്കേട് ഭയന്ന യഥാർത്ഥ വിവരം മറച്ചുവെച്ച് കുറ്റകരമായ അനാസ്ഥ കാണിച്ച പൈലറ്റുമാർക്ക് രക്ഷപ്പെടുവാൻ അവസരമൊരുക്കിയാൽ ഭാവിയിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. കഴിഞ്ഞകാല ദുരന്തങ്ങളിൽ നിന്ന് എയർ ഇന്ത്യ ഇനിയും പാഠങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.